നമസ്കാരം. ജെഎം ടോക്സിലേക്ക് സ്വാഗതം. ഇന്നലത്തെ നാടകം എന്തായാലും UDF-നെ സംബന്ധിച്ച്, കോൺഗ്രസിനെ സംബന്ധിച്ച് ശുഭപര്യവസായിയായി. വാസ്തവത്തിൽ എന്തായാലും നാടകത്തിന്റെ പിന്നിൽ സുധാകരനെ കൊണ്ട് ആരെങ്കിലും വേഷം കെട്ടിക്കുകയായിരുന്നു, അതോ സുധാകരനെ അവസാനം പറഞ്ഞ് രമ്യതയിലെത്തിക്കുകയായിരുന്നു? എന്തായാലും അതിന്റെ വിശദാംശങ്ങൾ ഇപ്പോൾ ലഭ്യമല്ല. എങ്കിലും ഒരു കാര്യം ഉറപ്പാണ്, സുധാകരന് പെട്ടെന്നൊരു വ്യാമോഹമുണ്ടായി. തിരികെ കേരള രാഷ്ട്രീയത്തിലേക്ക് സജീവമായിട്ട് വരിക, തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുക, MLA ആകുക, അടുത്ത ഭരണത്തിൽ മുഖ്യമന്ത്രിയാകാൻ ശ്രമിക്കുക, പറ്റിയില്ലെങ്കിൽ പ്രധാനപ്പെട്ട ഒരു വകുപ്പിൽ മന്ത്രിയായി വരിക. ഇത്രയും പ്രതീക്ഷ അദ്ദേഹത്തിന് നൽകത്തക്ക രീതിയിൽ അതൊക്കെ ആരൊക്കെയോ കൂടെ നിന്നവർ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചു എന്നുള്ളത് വ്യക്തമാണ്. അപ്പൊ എന്തായാലും അങ്ങനെ ഒരു സുധാകരന്റെ ഒരു സമ്മർദ്ദവും വ്യാമോഹവും ഉണ്ടായിരുന്നു എന്നുള്ളത് ഇന്നലെ VD സതീശന്റെ വാക്കുകളിലും മറ്റ് ആളുകളുടെ നേതാക്കളുടെ വാക്കുകളിലൊക്കെ പ്രകടമാണ്. പക്ഷെ എങ്ങനെയാണ് ഹൈക്കമാൻഡ് അതിനെ കൈകാര്യം ചെയ്തത്? ഹൈക്കമാൻഡ് എന്തായാലും സുധാകരനെ പോലെ ഒരാളെ അങ്ങ് അടിച്ചിരുത്തി എന്ന് നമുക്ക് പറയാൻ കരുതി. ഹൈക്കമാൻഡ് ഒരു നയമെടുത്തു, കേരളത്തിൽ ഒരു പാർലമെന്റ് അംഗമോ നിയമസഭയിലേക്ക് മത്സരിക്കേണ്ട കാര്യമില്ല. അങ്ങനെ ആ തീരുമാനത്തിൽ ഒരാൾക്ക് മാത്രം ഇളവ് നൽകാൻ സാധ്യമല്ല. ഇവിടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി വരുമെന്നെല്ലാവരും കരുതുന്ന KC വേണുഗോപാൽ തന്നെ ആദ്യം പിന്മാറി. അതോടുകൂടി സുധാകരന്റെ മേലും അടൂർ പ്രകാശിന്റെ മേലും ഒക്കെയുള്ള ഹൈക്കമാൻഡിന്റെ സമ്മർദ്ദം കൂടി. രാഷ്ട്രീയത്തിലെ കേരള രാഷ്ട്രീയത്തിലേക്ക് തിരിച്ചു വരാനുള്ള മോഹം തൽക്കാലം അവസാനിപ്പിക്കുക. പക്ഷെ സുധാകരൻ വിട്ടില്ല. സുധാകരൻ ഭീഷണി മുഴക്കി. ആ ഭീഷണി എത്രമാത്രം ശക്തമായി മുഴക്കി എന്നുള്ള കാര്യം നമുക്കറിയില്ല. പക്ഷെ സുധാകരനോ സുധാകരന്റെ ക്യാമ്പോ മുഴക്കിയ ഭീഷണി, കണ്ണൂരിൽ മത്സരിക്കാൻ അനുവദിച്ചില്ലെങ്കിൽ, കേരള രാഷ്ട്രീയത്തിലേക്ക് തിരിച്ചു വരാൻ അനുവദിച്ചില്ലെങ്കിൽ സ്വതന്ത്രനായി മത്സരിക്കുക, മാത്രമല്ല സ്വതന്ത്രന്മാരായിട്ട് തന്റെ കൂടെ നിൽക്കുന്നവരെ വിമതരായിട്ട് പല നിയമസഭാ മണ്ഡലങ്ങളിലും മത്സരിപ്പിക്കുക. സ്വാഭാവികമായിട്ടും അത് കോൺഗ്രസിന് വലിയ തിരിച്ചടിയാവുന്നുള്ള കാര്യത്തിൽ ആരും സംശയമില്ല. പ്രത്യേകിച്ച് മലബാർ ഏരിയയിൽ ഏറ്റവും അധികം ജനസ്വാധീനമുള്ള ഒരു നേതാവ് എന്നുള്ള നിലയിൽ സുധാകരന്റെ അത്തരത്തിലുള്ള ഒരു നീക്കം. മറ്റൊന്ന്, സുധാകരൻ BJP-യിലേക്ക് പോകുക എന്നുള്ളതാണ്. BJP-യിലേക്ക് പോയാൽ സുധാകരന് ഒരു നേട്ടം ഉണ്ടാക്കാൻ കഴിയില്ല. BJP-യിൽ പോയാൽ അദ്ദേഹത്തിന് ഒരു തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ പോലും സാധ്യമല്ല. പക്ഷെ അദ്ദേഹത്തിന് BJP സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കാൻ തയ്യാറായാൽ തോറ്റാലും അദ്ദേഹത്തെ കേന്ദ്രത്തിൽ മന്ത്രിയാക്കാം എന്നൊക്കെ വാഗ്ദാനം കൊടുത്തെന്ന് അറിയുന്നത്. പക്ഷെ ഇതിനകത്ത് ഏറ്റവും അഭിനന്ദനാർഹമായ കാര്യം ഇതൊന്നും കേട്ട് ഹൈക്കമാൻഡ് ഇടകിയില്ല എന്നുള്ളതാണ്. ആ നിലപാടിൽ ഉറച്ചു നിന്നു. ഒടുവിൽ കേട്ട ഒരേ ഒരു വാഗ്ദാനം സുധാകരൻ നൽകിയത്, ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കണ്ണൂരിൽ പാർട്ടി നിശ്ചയിച്ച TK മോഹനെ ജയിപ്പിക്കാനായിട്ട് കൂടെ നിന്നാൽ, കോൺഗ്രസിന്റെ UDF-ന്റെ ഒപ്പം പ്രചാരണത്തിന് കൂടെ നിന്നാൽ, അദ്ദേഹത്തിന്റെ പാർലമെന്റിലെ കാലാവധി തീരുമ്പോൾ അധികാരത്തിൽ വരുന്ന UDF സർക്കാരിൽ അദ്ദേഹത്തിന് മന്ത്രിസ്ഥാനം നൽകാം എന്നും, ആ സമയത്ത് ഇപ്പോഴത്തെ MLA ആയ മോഹനെ മാറ്റിയിട്ട് അവിടെ മത്സരിപ്പിക്കാമെന്നുള്ളതാണ്. അപ്പൊ രണ്ടും പരിഹരിക്കപ്പെട്ടു. അദ്ദേഹത്തിന് അവസാനത്തെ 2 വർഷം മന്ത്രിയായിരിക്കാം, മത്സരിക്കാനായിട്ട് ഒരു സീറ്റ് ഒഴിഞ്ഞു കിട്ടും. ഈ ഉറപ്പാണ് നൽകിയതെന്നാണ് ഒടുവിൽ അറിയുന്നത്. എന്തായാലും ഈ നാടകത്തോടു കൂടി ഹൈക്കമാൻഡിന്റെ ഇമേജ് എന്തായാലും ഉയർന്നു. കാരണം ഹൈക്കമാൻഡ് ആരെയും പേടിക്കുന്നില്ല. ഹൈക്കമാൻഡ് ഇപ്പോഴും ഹൈക്കമാൻഡ് തന്നെയാണ്. K. സുധാകരനും അടൂർ പ്രകാശും ഉൾപ്പെടെയുള്ള പ്രമുഖരായിട്ടുള്ള നേതാക്കള് വളരെ സമ്മർദ്ദം ചെലുത്തിയിട്ടും അതിന് വഴങ്ങിയില്ല. ഒരു പാർലമെന്റ് അംഗത്തെ പോലും അസംബ്ലിയിലേക്ക് മത്സരിക്കാൻ സമ്മതിച്ചില്ല എന്നുള്ള ഒരു വലിയൊരു നേട്ടം ഇത്തവണ ഹൈക്കമാൻഡ് നേടാൻ കഴിഞ്ഞു എന്നുള്ളത് തീർച്ചയായിട്ടും ഹൈക്കമാൻഡ് അത്ര ലോ കമാൻഡ് അല്ല എന്നുള്ള ഒരു പ്രതിച്ഛായ ഹൈക്കമാൻഡ് ഉയർത്തി കൊടുത്തിട്ടുണ്ട്. അപ്പൊ എന്തായാലും സുധാകരന്റെ ഈ പിന്മാറ്റം മറ്റുള്ളവർക്കെല്ലാം ഒരു വാണിംഗ് ആയി. സുധാകരൻ ഒതുങ്ങിയോടുകൂടി മറ്റ് നേതാക്കളോട് ഒതുങ്ങി, വിമത ശല്യങ്ങളും കുറയും. കാരണം കോൺഗ്രസ് വീണ്ടും ശക്തമായിരിക്കുന്നു. 2 ഘടകങ്ങളിലൂടെ വന്നിരിക്കുന്നു. ഒന്ന്, UDF അധികാരത്തിൽ വരാനുള്ള സാധ്യതകൾ ഒന്നുകൂടി വർദ്ധിച്ചു. കാരണം സുധാകരൻ കോൺഗ്രസ് വീണ്ടും സ്വതന്ത്രമായി മത്സരിക്കുമെന്ന് പറഞ്ഞപ്പോൾ പ്രതീക്ഷ പുലർത്തിയ പലരുമുണ്ട്. CPM പ്രതീക്ഷിച്ചു അത് തങ്ങൾക്ക് അനുകൂലമാക്കാമെന്ന്. BJP പ്രതീക്ഷിച്ചു തങ്ങളുടെ കൂടെ നിർത്താമെന്ന്. ഈ മോഹങ്ങളെല്ലാം പൊരുന്നതോടുകൂടി UDF ക്യാമ്പിൽ, പ്രത്യേകിച്ച് കോൺഗ്രസ് ക്യാമ്പിൽ ഒരു ആവേശം ഉയർന്നിരിക്കുകയാണ്, മൊറാൽ ഉയർന്നിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഈ നാടകം
അന്തിമമായി ഈ നാടകം തന്നെ ഉണ്ടാക്കിയതാണോ എന്ന് സംശയിക്കത്തക്ക വിധത്തിൽ ഈ നാടകം അന്തിമമായി UDF-നും കോൺഗ്രസിനും ഗുണകരമായി വന്നിരിക്കുന്നു എന്നുള്ളതാണ് സത്യം. ഇനി ബാക്കിയൊക്കെ കാത്തിരുന്ന് കാണാം.